ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കറുത്ത് പോയിട്ടുള്ള നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി കളയൊന്നും വേണ്ട കേട്ടോ, നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നന്നായിട്ട് പഴുത്തിട്ടുള്ള ഈ ഒരു നേന്ത്രപ്പഴമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്കൊരു കോഴിമുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അതൊന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി 3 ടേബിൾ സ്പൂൺ അളവിൽ അമൃതം പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അമൃതം പൊടി ഇല്ലയെന്നുണ്ടെങ്കിലും നമുക്കിത് ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളത്തിന് പകരം പാലും ഉപയോഗിക്കാം. ഇനി നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. ഇതിനി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ബാറ്റർ ഇരിക്കുന്നത്. ഇനി നമുക്കിത് കുട്ടി കുട്ടി ദോശയായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാന് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ചൂടാക്കിയെടുക്കുന്നത്. അപ്പോൾ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ലോ ഫ്ലെയിമിലേക്കൊന്ന് മാറ്റി കൊടുക്കണം. അതിനുശേഷം ഇതേപോലെ ചെറിയ ചെറിയ ദോശകൾ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. ഇത് നമ്മൾ പരത്തി കൊടുക്കുന്നൊന്നുമില്ല, ഇതേ രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിലേക്ക് ഞാനൊരു 7 ചെറിയ ചെറിയ ദോശകളാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു 1 മിനിറ്റ് സമയം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും ഇത് റെഡി ആയിട്ടുണ്ടാകും. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതുവരെ ഈ രീതിയിലൊന്നും ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതേ രീതിയിൽ നമുക്കൊരു 20-25 എണ്ണം വരെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതേ രീതിയിലൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന ടൈമിൽ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഴിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പിക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്